പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം കേരളത്തിൽ മദ്യവും ഇറച്ചിയും മീനും ഒക്കെ കഴിച്ചുകൊണ്ട് കയറാൻ പറ്റിയ ഒരു ക്ഷേത്രത്തിൻ്റെ കഥ പറയാം. പറശ്ശേനിക്കടവ് മുത്തപ്പൻ്റെ കഥ. പറശ്ശേനി പുഴയോട് ചേർന്ന് ഈ കാണുന്ന ബിൽഡിംഗാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി ആ പുഴയാണ്. ആ പുഴയിൽ കാല് കഴുകിയിട്ടാണ് ക്ഷേത്രത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത്. ഒരുപാട് കാഴ്ചകൾ നമുക്കിനിയുമുണ്ട് കാണാൻ. ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ തന്നെ 2 പട്ടികളാണ് കാവൽ. ക്ഷേത്രത്തിലോട്ട് വീഡിയോ എടുക്കാൻ അലോട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അകത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. കുട്ടികൾക്ക് ചോറൂണിന് സെപ്പറേറ്റ് സ്ഥലമുണ്ട്. പ്രസാദ വിതരണം അതൊരു പ്രത്യേകത തന്നെ കേട്ടോ. അതിന് സെപ്പറേറ്റ് ഒരു ഹാളുണ്ട്. ആ ഹാളിലാണ് പ്രസാദ വിതരണം ചെയ്യുന്നത്. അതാണ്ട് ഈ കാണുന്ന തേങ്ങാപ്പൂളും പയറുമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രസാദം. അതിലുപരി ചായയുമായി ഒരു ചേട്ടായി വരും. നമ്മളെല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ചായയും ഒരു സ്പെഷ്യലാണ് അവിടുത്തെ. പറശ്ശേനിപ്പുഴയുടെ തീരത്തെ ഒരു ചെറിയ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ കൂടി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. പുഴയുടെ ഭംഗി ആസ്വദിക്കാം. ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്ക് ഒരു ഉല്ലാസയാത്ര പോലെ ബോട്ട് സർവീസും അവിടെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ആ പുഴയിൽ കൂടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും ഉണ്ട്, പ്രൈവറ്റിൻ്റെയും ഉണ്ട്. തുച്ഛമായ റേറ്റിനാണ് അവിടെ ഒരു ഉല്ലാസയാത്ര അവർ ഒരുക്കി തരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ബോട്ടുകളാണ് കേട്ടോ. ആ കാണുന്നതെല്ലാം ഗവൺമെൻറ് നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് ഇട്ടിരിക്കുന്ന സർവീസ് ബോട്ടുകളാണ്. അതിനപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഇടനാഴിയിൽ കൂടി സഞ്ചരിച്ച് നമ്മൾ പോകുന്നത് പ്രൈവറ്റ് മേഖലയിലോട്ടാണ്. അന്നേരം അവിടെയും തുച്ഛമായ റേറ്റിന് തന്നെ നമുക്ക് ആ പുഴയിൽ കൂടി സഞ്ചരിക്കാനുള്ള, പുഴയുടെ ഭംഗി ആസ്വദിക്കാനും ആ പുഴയിൽ കൂടി ക്ഷേത്രത്തെ നല്ല രീതിയിൽ കാണുവാനും ഒക്കെ നമുക്ക് സാധിക്കും. ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആ പുഴ ഒരു വല്ലാത്ത ഒരു സൗന്ദര്യമാണ്. ആ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ആ ക്ഷേത്രം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ആനന്ദം, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫാമിലിയായി വന്നു കഴിഞ്ഞാൽ പുറത്ത് തങ്ങാനുള്ള എല്ലാ സൗകര്യവും പുറത്തുള്ള മാനേജ്മെൻറ്റ് എല്ലാം ചെയ്തു തരുന്നുണ്ടെന്നും ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുരയിലോട്ട് പോകാം. ഊട്ടുപുരയെന്ന് വെച്ചാൽ അതിവിശാലമായൊരു വലിയ കെട്ടിടം. ആ കെട്ടിടത്തിനകത്തേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. കെട്ടിടത്തിനകത്താണ് ഇനി ബാക്കി ഊട്ടുവിശേഷങ്ങൾ. മുത്തപ്പൻ്റെ അന്നദാനം ഇതാണ് കേട്ടോ. നല്ല ചോറും സാമ്പാറും തൈരും ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കഴിക്കാൻ. അതിവിശാലമായൊരു ഊട്ടുപുര തന്നെ കേട്ടോ. ഏകദേശം ഒരു 500-600 പേർക്ക് ഒരു നേരം ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് അതിനകത്തുണ്ട്. ആ ഊട്ടുപുരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുത്തപ്പൻ്റെ കുറച്ച് ചിത്രങ്ങളാണ് അവിടെ. അതൊരു പ്രത്യേക രസമാണ് കാണാൻ കേട്ടോ. അത് നമ്മൾ ഇറങ്ങി വരുന്ന ആ ഭാഗത്ത്, നമ്മൾ കൈ കഴുകി ഇറങ്ങി വരുന്ന ആ ഭാഗത്ത് ഭിത്തികളിൽ മുത്തപ്പൻ്റെ കുറേ പഴയ പടങ്ങൾ വെച്ചിട്ടുണ്ട്. അതും ഇനി നമുക്ക് ക്ഷേത്രത്തിലെ പുറത്തെ കാഴ്ചകളൊന്ന് കാണാം കേട്ടോ. ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതലെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വൃത്തിയോടെ തന്നെയാണ് ആ സ്റ്റാളുകൾ പോകുന്നത്. ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ മുത്തപ്പൻ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. ഇനിയും വിശേഷങ്ങൾ നേർക്കാഴ്ചയിൽ വന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതായത് നമ്മൾ സ്ഥലം വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ പ്രൈവറ്റ് സ്റ്റാൻഡ് ചെല്ലാമെങ്കിൽ മുത്തപ്പൻ്റെ കോവിലിലേക്ക്, മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് എപ്പോഴും ബസ്സുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന സമയങ്ങൾ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകതയും കൂടെ പറയാം. ഇവിടെ വന്നാലുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് കയറാം എന്നത്. പിന്നെ ഉല്ലാസയാത്രയ്ക്കായി ബോട്ടുകൾ സർവീസുകളുണ്ട്. ഒരുപാട് കാഴ്ചകൾ കാണാൻ നമുക്ക് പറ്റും. ഒരുപാട് പർച്ചേസിങ്, കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു യാത്രയിൽ കൂടി കിട്ടും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കോ ഷെയറോ കമൻറ്റോ ഒക്കെ ചെയ്തേക്കണേ.